ഒറ്റ യൂസിൽ തന്നെ സ്കിന്നിനെ ഫെയർ ആക്കുന്ന, വൈറ്റ് ആക്കുന്ന ഒരു മോയ്സ്ചറൈസർ ക്രീം ഉണ്ടാക്കിയാലോ? ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഓണമൊക്കെ ഇങ്ങ് അടുത്തെത്തിയല്ലേ? ഓണം എവിടം വരെയായി? എല്ലാവരും ഓണ സാരിയൊക്കെ എടുത്തോ? ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞോ? പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഓണത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ സ്കിന്നും കൂടെ ഓണത്തിന് പെട്ടെന്ന് റെഡി ആവണ്ടേ? സോ നമുക്ക് ഇന്ന് പെട്ടെന്ന് നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട് മാറാനായിട്ടും കരിമംഗല്യമൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ടും മുഖത്തിന് പെട്ടെന്ന് തന്നെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാനായിട്ടുമുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്യുക്കുംബർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കുക്കുംബർ. ഇപ്പൊ തന്നെ മാർക്കറ്റിൽ പോയി ഒരു കുക്കുംബർ വാങ്ങി വെച്ചോളൂ, നമുക്ക് മോയ്സ്ചറൈസർ ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്കിന്നിനെ പെട്ടെന്ന് വൈറ്റ് ആക്കുന്ന, സ്ലിം ആക്കുന്ന, നമ്മളുടെ സ്കിൻ ടോണിനെ ഡബിൾ ആക്കി കാണിക്കുന്ന, നമ്മുടെ ഏജിനെ ഒരു 10 വയസ്സ് കുറച്ച് കാണിക്കുന്ന ക്യുക്കുംബർ കൊണ്ടുള്ള ക്യുക്കുംബർ മോയ്സ്ചറൈസർ ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ക്യുക്കുംബർ നമ്മുടെ ഫേസിലെ ഹൈഡ്രേഷനെ നിലനിർത്താനും മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് വെക്കാനും, നമ്മളുടെ ഫേസിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ പോലുള്ള എന്തെങ്കിലും റെഡ്നെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി സൂത്ത് ചെയ്ത് കൂളിംഗ് ആക്കി വെക്കാനും, നമ്മുടെ ഫേസിനെ ആന്റി ഇൻഫ്ലമേറ്ററി ഒരു എഫക്റ്റ് തരാനും, അതായത് നമ്മുടെ ഫേസ് വീങ്ങിയിട്ടുണ്ടെങ്കിൽ ഫേസിനെ ഒന്ന് സ്ലിം ആക്കി കാണിക്കാനും, നമുക്ക് പോസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ആ പോസിനെ ഒക്കെ ഒന്ന് ടൈറ്റ് ആക്കാനും, ആന്റി ഏജിങ് എഫക്റ്റ് ഉള്ളതും, അതായത് നമുക്ക് 10 വയസ്സ് കുറച്ച് കാണിക്കാനും കഴിവുള്ള, നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും കഴിവുള്ള ഒന്നാണ് ക്യുക്കുംബർ. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യുക്കുംബർ നമുക്കൊരു തുണിയിൽ കൂടെ അരിച്ച് അതിന്റെ ജ്യൂസ് മാത്രമായിട്ട് മാറ്റിയെടുക്കാം. ആ ജ്യൂസ് വെച്ചാണ് നമ്മൾ ഇന്ന് വൈറ്റനിങ് മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ പോകുന്നത്. ജ്യൂസ് അരിച്ച് മാറ്റി കഴിഞ്ഞുള്ള ഈ കുക്കുംബറിന്റെ ബാക്കിയുണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല. ഇത് വളരെ നല്ല ഒരു സ്ക്രബാണ്. ഇതിലേക്ക് അധികം തരികളില്ലാത്ത, അതായത് തരികൾ വലിപ്പമില്ലാത്ത പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ വേണ്ട, കഴുത്തിലും ദേഹത്തും നമ്മളുടെ അണ്ടർ ആംസിലും കൈയിന്റെ മടക്കിലും ബ്ലാക്ക് കളറൊക്കെ എവിടെ ഉണ്ടോ അവിടെ ഒക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഫെയർ ആകാൻ സഹായിക്കുന്ന ഒന്നാണ്. ചിലർക്ക് കൈമുട്ടുകളൊക്കെ ബ്ലാക്ക് ആയിട്ട് വരില്ലേ, അവിടെയൊക്കെ ഇത് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫെയർ ആയിട്ട് ഉള്ള കോംപ്ലക്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനിയുമാണ് നമ്മൾ നമ്മളുടെ ഫേസ് ബ്രൈറ്റനിങ് വൈറ്റനിങ് മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത് റോസ് ഹിപ്പ് ഓയിലാണ്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഹണിയാണ്. ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് 6 ഡ്രോപ്സ് ഓഫ് അർഗൻ ഓയിലാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഗ്ലിസറിനിൽ കുറച്ച് സാന്താൻ ഗം, നമ്മൾക്ക് എത്രയോ വേണം ക്രീമിന്റെ കൺസിസ്റ്റൻസി, നമ്മളിപ്പോൾ കുറച്ച് വാട്ടറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് നമ്മൾക്ക് ഒരു ഫെയർനെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വെജിറ്റബിൾ ഗ്ലിസറിനിൽ മാത്രമേ സാന്താൻ ഗം ഇങ്ങനെ അലിഞ്ഞു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ വാങ്ങാൻ മറക്കരുത്. സാധാരണ ഗ്ലിസറിനും വെജിറ്റബിൾ ഗ്ലിസറിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ബീറ്ററിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചേർത്ത എല്ലാ സാധനങ്ങളും കൂടെ ചേർന്ന് മിക്സായി നല്ല ഒരു ലിക്വിഡ് മോയ്സ്ചറൈസർ, ഫേസ് വൈറ്റനിങ് മോയ്സ്ചറൈസർ ആണ് നമ്മൾക്ക് കിട്ടുക. ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി. ഈസി ആയിട്ട് ഫേസിലേക്ക് അബ്സോർവ് ആവുകയും നല്ല ഫെയർനെസ് നമുക്ക് കിട്ടുകയും ചെയ്യും. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ നിങ്ങൾക്ക് ഇത് മാറ്റി ഇടാവുന്നതാണ്. ഇത് ഫേസിലേക്ക് അബ്സോർവ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒരു 1 അവർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇട്ട് നോക്കാം. അങ്ങനെ ഇട്ട് നോക്കൂ, ഉറപ്പായിട്ടും 2-3 ദിവസത്തിനുള്ളിൽ നല്ല മാജിക്കൽ റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു ഫേസ് വൈറ്റനിങ് മോയ്സ്ചറൈസർ ആണിത്. ഫുൾ ബോഡിയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമ്മൾക്ക് അലോവേറ
പച്ചയായിട്ട് എടുക്കുമ്പോൾ ചിലർക്ക് ചൊറിയുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ഇതിന് അങ്ങനത്തെ യാതൊരു പ്രോബ്ലമും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ബാക്കിയുള്ളത് നമുക്ക് സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതായിരിക്കും സേഫ്. അപ്പോൾ എല്ലാവർക്കും മോയ്സ്ചറൈസർ ഇഷ്ടമായോ? ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പ്രോഡക്റ്റ് ടാഗിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. വാങ്ങിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ആരും തന്നെ വിഷമിക്കേണ്ട. ഓണം ആകുമ്പോഴത്തേക്കും അയ്യോ പെട്ടെന്ന് ഗ്ലോ ആവണം. കുറേ ക്വസ്റ്റ്യൻസ് എനിക്കുണ്ടായിരുന്നു. ഓണം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗ്ലോ ആകാൻ എന്താ ചെയ്യേണ്ടത്? ഇത് കല്യാണത്തിന്റെ സീസൺ കൂടിയാണല്ലേ. അപ്പൊ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് കല്യാണത്തിന് റെഡി ആവണം, ആൾക്കാരെ കാണണം. നമ്മൾ ഈ ഒരു സ്ഥലത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഒന്നും പറയരുത് എന്നൊക്കെയുള്ള നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഒട്ടും തന്നെ പേടിക്കേണ്ട. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫേസിന് നല്ല ഒരു ഗ്ലോ കിട്ടും. ഇനി ഈ ഒരു മോയ്സ്ചറൈസർ നമ്മളുടെ നലങ്ക് മാവിനകത്തോ അല്ലെങ്കിൽ ഫേസ് ബ്രൈറ്റനിങ് പാക്കിനകത്തോ മിക്സ് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ ഡബിൾ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. സോ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ലതാണ്. ഒരുപാട് നാൾ ഫ്രിഡ്ജിന് വെളിയിൽ വെക്കാൻ പറ്റത്തില്ല, ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കണം. റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞ് വേണം ഫേസിലോട്ട് ഇടാൻ. ഫംഗസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇടാൻ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെയും ചിലപ്പോൾ ഫംഗസ് ഒക്കെ വരും. സോ അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഓണം ആഘോഷിക്കും, സന്തോഷത്തോടെ ആഘോഷിക്കും. മുഖത്ത് എന്തെങ്കിലും ഇനി പാടുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇത് 2-3 ദിവസം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് ചെറുതായിട്ട് മായുന്ന നിങ്ങൾക്ക് കാണാം. പിന്നെ അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഫൗണ്ടേഷനൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് അതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത്ര സ്കിൻ കെയർ ചെയ്യുന്നു, ബാക്കി നമ്മൾ മേക്കപ്പിൽ കവറപ്പ് ചെയ്യുന്നു, അതാണ്. പക്ഷേ സ്കിൻ കെയർ ചെയ്യാതെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു എന്താ പറയുക പെർഫെക്ഷൻ കിട്ടില്ല. നമ്മളുടെ ബേസ് എപ്പോഴും നന്നായിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ഒന്നും ഇല്ലാതെ നടക്കാമായിരുന്നു, അങ്ങനെയല്ല. സ്കിൻ കെയർ ചെയ്താലും മേക്കപ്പ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഫേസിന് ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ വേറൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ഫേസിലൊട്ടും തന്നെ മുടി ഉണ്ടാകാൻ പാടില്ല. മുടി കളയാനായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് സൊല്യൂഷൻ ചോദിച്ചിരുന്നു. മുടി കളയാനായിട്ട് സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനും ഇല്ല എന്ന് തന്നെ പറയണം. നമുക്ക് ടെമ്പററി ആയിട്ട് പറിച്ച് കളയാൻ നല്ലത്, അല്ലെങ്കിൽ പീൽ ചെയ്ത് കളയാൻ നല്ലത്. പെർമനന്റ് ആയിട്ട് കളയണമെങ്കിൽ ലേസർ തന്നെ. ലേസർ ആണെങ്കിൽ തന്നെ വീണ്ടും കിളുത്ത് വരും. നമ്മൾ വീണ്ടും ലേസർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് മുടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഫേഷ്യൽ ഇറേസർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കാർമേസിയുടെ ഒക്കെ. സോ അതൊക്കെ നല്ല സേഫ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ നാളെ ഇടാം, ഫേസിൽ എങ്ങനെയാണ് രോമം കളയുന്നത് എന്നുള്ളത്. എൻ്റെ ഫേസിൽ അധികം മുടിയില്ല. എൻ്റെ വീട്ടിൽ ആർക്കും തന്നെ ഫേസിലോ ദേഹത്തോ ഒന്നും മുടിയില്ലാത്ത ഒരു ടൈപ്പാണ്. അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എങ്ങനെയാണ് മുടി എടുത്ത് കളയുന്നതെന്ന് കാണിച്ചു തരാം. എന്നോട് പിന്നെ മുടി ഉള്ളവരുടെ മുഖത്ത് പോയി കാണിക്കാൻ പറയരുത്. എൻ്റെ വീട്ടിലെ മുടിയുള്ളത് ആകപ്പാടെ താടിയുള്ള ആൾക്കാരെ ഉള്ളൂ. അതൊക്കെ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഓടിക്കും. ഓക്കെ, സോ എനിക്ക് അത് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫേസ് ഡള്ളാണെന്നോർത്ത് ഓണം ആഘോഷിക്കുന്നത് കുറയ്ക്കുകയൊന്നും വേണ്ട. ആരുടെയും ഫേസ് ഡള്ളല്ലെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും അവരവരുടേതായ ഒരു സൗന്ദര്യം ദൈവം തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് മുഖം നല്ലതായിരിക്കും, നിങ്ങൾക്ക് അല്ലെങ്കിൽ കണ്ണ് നല്ലതായിരിക്കും, കൺപീലി നല്ലതായിരിക്കും, ചുണ്ടുകൾ നല്ലതായിരിക്കും, ഐബ്രോസ് നല്ലതായിരിക്കും. ഇപ്പം എൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഐബ്രോസ്, എൻ്റെ വീട്ടിലെല്ലാവർക്കും തന്നെ ഐബ്രോസ് ഭയങ്കര തിന്നാണ്. നമ്മളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒന്നാണ്. എനിക്ക് ഈ ബ്യൂട്ടി കെയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ട് ഫേസ് ചെയ്തൊരു കാര്യം എൻ്റെ ഐബ്രോസ് ആണ്. ഉള്ളതിൽ ഏറ്റവും കൂടുതൽ എനിക്കാണ്. ബാക്കി ആർക്കും അത്രയും പോലും ഇല്ല. അവർക്കൊക്കെ ഭയങ്കര തിന്നായിട്ടാണ്. എനിക്ക് കുറച്ചെങ്കിലും ഷേപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു ഷേപ്പ് പോലെ കാണാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ദൈവം തന്നിട്ടുണ്ട്. മൊത്തം ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞൊരാളുണ്ടാവും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ദൈവത്തിന് വിളിക്കില്ലല്ലോ. നമ്മൾ പിന്നെ ലോകത്തിൽ എന്താ പറയണ്ടേ, അപ്പോൾ നമുക്ക് നമ്മുടെ സൗന്ദര്യം എന്താണെന്ന് ശരിക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ലോ. നമുക്കൊരു പുരിയമൊക്കെ കുറച്ചാകുമ്പോൾ നമ്മൾ ആ പുരിയമൊക്കെ ഒന്ന് എഴുതി കഴിയുമ്പോൾ പുരി എഴുതി കഴിയുമ്പോൾ എൻ്റെ മുഖം കൊള്ളാവല്ലോ, കണ്ണ് എഴുതി കഴിയുമ്പോൾ എൻ്റെ മുഖം കൊള്ളാവല്ലോ, അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ. ഒരു പാക്കൊക്കെ ഇട്ട് ഫേസ് വാഷ് ചെയ്ത് ഒരു 4, 5, 6, 8 ദിവസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ. കൊള്ളാമല്ലോ, എൻ്റെ ഫേസ് നന്നായിട്ടിരുന്നല്ലോ. പണ്ടത്തെ നിങ്ങൾക്ക് ഓർമ്മ വരും അല്ലേ. നമുക്ക് എപ്പോഴും നമ്മുടെ കാര്യങ്ങളെ പണ്ടുകളിലോട്ട്, അതായത് പണ്ട് നടന്ന കാര്യങ്ങളുമായി
പറഞ്ഞൊരു സമയമാവും. അപ്പൊ നമ്മൾക്ക് ഈ മെമ്മറീസ് ഒക്കെ വളരെ സ്വീറ്റ് ആയിരിക്കും. അതുകൊണ്ട് എന്താണ് ശരിക്കുള്ള സത്യം? ലൈഫ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. അതിനെ നമ്മൾ എടുക്കുന്ന വിധമാണ് തെറ്റ്. നമ്മളിപ്പോൾ ആവശ്യമില്ലാതെ ഒരാളോട് സംസാരിക്കുകയോ ആവശ്യമില്ലാതെ ഒരു മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്തില്ലെന്ന് വെച്ചോ, എന്ത് നാണക്കേടാണ് നമ്മൾക്ക്? നമ്മളല്ലേ അവിടെ കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാതെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളുടെ ഫേസിൽ ഒരു ഓവർ മെച്യൂരിറ്റി മീൻസ് ഇറ്റ്സ് നോട്ട് ക്യാരക്ടറിലല്ല, നമ്മളുടെ ഒരു വല്ലാത്തൊരു മുരട് മുഖമായിരിക്കും മറ്റുള്ളവർ കാണുക. അതേസമയം നമ്മുടെ മുഖം ഒരു ദൈവികമായിട്ട് പ്ലീസിങ് ആയിട്ട് എപ്പോഴും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രായത്തിനേക്കാളും 10-20 വയസ്സ് കുറഞ്ഞു തോന്നും. നമ്മൾ ആ ടീനേജിൽ ഉണ്ടായിരുന്ന പോലെ നല്ല സന്തോഷമായിട്ട് കലകലന്ന് ചിരിച്ച് നല്ലതായിട്ട് പെരുമാറുമ്പോൾ ആൾക്കാർ ചിന്തിക്കും, ഓ നല്ല സ്മാർട്ടാണല്ലോ എന്ന് ചിന്തിക്കും. ഈ സൗന്ദര്യത്തിൻ്റെ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു വേർഡിനോട് ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മളെപ്പോഴും സ്മാർട്ടായിട്ടിരിക്കുക. നമ്മൾ സ്മാർട്ടായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ നോട്ടം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ മെസ്സേജ് അയക്കുന്ന വിധം, നമ്മൾ പെരുമാറുന്ന വിധം, പിന്നെ നമ്മൾ സംസാരിക്കുന്ന വിധം ഒക്കെ ഒന്ന് സ്മാർട്ടാണെങ്കിൽ വളരെ നന്നായിരിക്കും. കേൾക്കുന്നവർക്ക് നമ്മളോട് സംസാരിക്കാനും നമ്മളോട് ഇടപഴകാനും ഒക്കെ ഒരു ഇഷ്ടം തോന്നുകയും അവരുടെ മനസ്സിൽ നമ്മളുടെ മുഖം ഓർക്കുമ്പോൾ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പിയ ഒരു മുഖമായിരിക്കും അല്ലേ. നല്ല ചിരിച്ച് നമ്മളോട് സംസാരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ഇഷ്ടമല്ലേ. നമ്മുടെ ആക്ട്രസിനെയൊക്കെ നോക്കിയാൽ തന്നെ നമ്മൾക്ക് ആരെയാണ് ഇഷ്ടം? ഒരുപാട് റൂഡായിട്ട് നടക്കുന്ന, ഒരുപാട് സ്റ്റൈലായിട്ട് നടക്കുന്ന ആരുടെയെങ്കിലും ഫേസ് നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും ശോഭനയാണ് നമ്മുടെ ഹീറോയിൻ അല്ലേ. എന്തുകൊണ്ടാണ്? അവരുടെ മുഖം ഭയങ്കര ടിമിഡാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫേസ്, അങ്ങനെ ടിമിഡായിട്ട് ഞാൻ പറയുന്ന ആ ഒരു ഫാഷൻ നിങ്ങൾ ഫോളോ ചെയ്യും. ശോഭന ഒത്തിരി മോഡേൺ ആയിട്ടും വേഷങ്ങളൊക്കെ ഇടുമായിരുന്നു. ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക. ഒരുപാട് ഫാസ്റ്റായിട്ട് പോകാതെ, ഒരുപാട് സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് ആക്കാതെ, ഒരുപാട് ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യാതെ അങ്ങനെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കല്ല അതിൻ്റെ പ്രയോജനം, നമുക്ക് തന്നെയാണ് പ്രയോജനം. ഇനി റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു സ്ഥലം വന്നെന്ന് വെച്ചോ, ഞാൻ അവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മാക്സിമം ആ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യും. ഞാൻ ആ സിറ്റുവേഷനിൽ വീണ്ടും വലിച്ചു നീട്ടാൻ പോകത്തില്ല. പൊറോട്ട അടിച്ച് പരത്തുന്ന പോലെ വലിച്ച് നീട്ടാനായിട്ട് ഞാൻ നിൽക്കില്ല. ഞാനത് അവിടെ കട്ട് ചെയ്ത് സോൾവ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോഴാണ് എനിക്ക് സ്മൂത്തായിട്ട് നടന്നു പോകാൻ പറ്റുക എൻ്റെ വഴിയിൽ കൂടെ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പെരുമാറുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടി തന്നെയാണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ അങ്ങനെ പെരുമാറുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു സൗന്ദര്യം നമുക്ക് ദൈവം തന്ന പോലെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുക, നമുക്ക് തന്നെ ഫീൽ ചെയ്യുക. നമുക്ക് മനസ്സിന് എത്ര ആശ്വാസം എന്നറിയാമോ? നമ്മളിങ്ങനെ ഒച്ച വയ്ക്കാനും അല്ലെ ദേഷ്യപ്പെടാനും ഒരു 4 ടെക്സ്റ്റ് മെസ്സേജ് കുറേ നമ്മളുടെ അറോഗൻ വേർഡ്സിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ കാണുന്ന ആള് വായിക്കണം എന്ന് പോലും ഇല്ല. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടും. ഓക്കെ, സംതിങ് ദേ ആർ റൈറ്റിംഗ് എന്ന്. ഞാൻ അങ്ങനെയാണ് ചെയ്യട്ടെ. എനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ കാണാനേ പോകത്തില്ല ഈ ഭൂമിയിൽ. എനിക്ക് വേണ്ടാത്ത ഒരു കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ അക്സെപ്റ്റ് പോസിറ്റിവിറ്റി ഒള്ളി. അത് മാത്രമേ ഉള്ളൂ. കാരണം ഇത്ര നാളത്തെ ലൈഫിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ. കൊളീഗ്സിൽ നിന്നും, അല്ലെങ്കിൽ കുറേ ഹയർ അതോറിറ്റീസിൽ നിന്നും, അല്ലെങ്കിൽ നമ്മൾ പെരുമാറുന്ന, നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്ന, നമ്മൾ കുട്ടികളെന്ന് വിചാരിച്ച് നമ്മൾ ഇടപെടുന്ന നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്ന് പോലും നമുക്ക് ലെസൺസ് ലേൺ ചെയ്യാനുണ്ടായിരിക്കും. സോ അതിൽ നിന്നൊക്കെ നമ്മൾ മോൾഡായി ഒരു പെബിളായിട്ടാണ് നമ്മൾ ഓരോ ഏജ് കഴിയുമ്പോഴും നമ്മൾ ആകുക അല്ലേ. അപ്പോൾ നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം, നമ്മളുടെ ഡ്രസ്സിങ് സെൻസ്, നമ്മളുടെ വേർഡിങ്സ്, നമ്മളുടെ ടെക്സ്റ്റ് മെസ്സേജ്, അല്ലെ നമ്മളുടെ എല്ലാം തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റിയാണ്. മറ്റൊരാൾക്കും അതിന് ഒന്നും സ്വാധീനം ചെയ്യാൻ പറ്റില്ല. മറ്റൊരാളുടെ കുഴപ്പം കൊണ്ടും ആയിരിക്കത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങളാണ് തെറ്റെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാതി റിങ്കിൾസും പാതി ഫൈൻ ലൈൻസും നമുക്ക് മാറ്റാൻ പറ്റും. ദേഷ്യം വരുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ മുഖം കൊണ്ട് കാണിക്കും അല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനും നമ്മുടെ സ്കിൻ ഒരുപാട് മെച്ചുറുള്ള ലുക്ക് അല്ലാതെ ഒന്ന് സോഫ്റ്റ് ആക്കി വെക്കാനും ഒക്കെ പറ്റും. പിന്നെ സൗന്ദര്യം എന്ന് പറയുന്ന പലരും പാക്കുകളൊക്കെ വാങ്ങിച്ചു, പല കാര്യങ്ങൾ വാങ്ങിച്ചു, അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക, റെഗുലറായിട്ട് ഉപയോഗിക്കുക. 1-2 ദിവസം ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് സങ്കടപ്പെടരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഞാനൊക്കെ എന്ന് വെച്ചാൽ +2 മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ എപ്പോഴെങ്കിലും 1-2 ദിവസം വിട്ടുപോയാലുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യും. അത് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. മനസ്സിലായോ? ഒരു കാലം വരേക്കും മിക്കവാറും ഞാൻ ഇഞ്ചയൊക്കെ തേച്ച് കുളിച്ചിട്ടുണ്ട്. ഞാനത് ഓർക്കുന്നുണ്ട്. ഇപ്പം നാട്ടിൽ നിന്നും ഇഞ്ച വരുത്തിക്കുമായിരുന്നു.
ഹാപ്പി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക. ഈ ഓണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ജീവിതകാലം വരെയും നല്ലൊരു മെമ്മറി ആവട്ടെ, സന്തോഷത്തിൻ്റെ മെമ്മറി ആവട്ടെ, സമൃദ്ധിയുടെ മെമ്മറി ആവട്ടെ, മെമ്മറി ആയിട്ട് നിങ്ങൾക്ക് കുറിച്ച് വെക്കാൻ പറ്റട്ടെ. ഇതൊരു മൈ ഓട്ടോഗ്രാഫായിട്ട് മാറട്ടെ, നിങ്ങളുടെയും ഓട്ടോഗ്രാഫായിട്ട് മാറട്ടെ. ഞാൻ ഈ പ്രാവശ്യം ഞാൻ ഓണം ആഘോഷിക്കുന്നത് നിങ്ങളുടെ കൂടെയൊക്കെയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തരുന്ന റെസ്പെക്റ്റിനും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും നിങ്ങൾ വിഭൂതി സ്കിൻ കെയർ അക്സെപ്റ്റ് ചെയ്തതിനും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയണം, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. സെപ്റ്റംബർ 5 ഓണത്തിൻ്റെ അന്ന് നമ്മുടെ വിഭൂതി സ്കിൻ കെയറിൻ്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ കൊടുത്തേക്കാം, ഈ വീഡിയോയ്ക്കിടയിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മളുടെ ഏതെങ്കിലും ഒരു വീഡിയോയിലോ വാട്സപ്പ് ലിങ്കിലോ ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങൾ നോക്കി കണ്ടോളൂ. അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് അവിടെ കാണാം, നിങ്ങൾക്ക് അവിടുന്ന് ഓർഡർ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതിൻ്റെ ബെനിഫിറ്റ്സ്, ഡിസ്ക്രിപ്ഷൻ എല്ലാം തന്നെ മാക്സിമം ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. സോ സെപ്റ്റംബർ 5 നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. ഓണത്തിനെ കുറിച്ച് എൻ്റെ ഓർമ്മകളെല്ലാം എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെയുള്ള നല്ല ഓർമ്മകളാണ്. എൻ്റെ കുട്ടിക്കാലം മൊത്തം ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെയായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും നല്ല കാലങ്ങൾ എന്ന് ഞാൻ പറയുന്ന ഇന്നസെൻ്റ് ആയിട്ട് ചിത്രശലഭത്തെ പോലെ പാറി നടന്ന ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കൂടെയാണ്. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് എനിക്ക് ഹാപ്പി അല്ല എന്നല്ല, ഐ എം ഹാപ്പി, ബട്ട് സ്റ്റിൽ ആ ഒരു കാലം ഓർക്കുമ്പോൾ എനിക്ക് വളരെ ഹെവൻലി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഹെവൻലി ഫീലിംഗ് പിന്നെ എനിക്ക് തോന്നുന്നത് ബാലി പോയപ്പോഴാണ്. എനിക്ക് തോന്നുന്നത് പ്രകൃതിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും. അതുപോലെ നിങ്ങളും എന്തെങ്കിലും ഒരു ചോയ്സ് ഉണ്ടാക്കും, നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെ വിട്ടിട്ട് ഒരു ചെറിയൊരു ചോയ്സ് ഉണ്ടാക്കിയാൽ നല്ലതാണ്. എനിക്ക് കുറേ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിനെ പല വിധത്തിലും എൻഗേജ് ആക്കിക്കൊണ്ടു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആൻസർ ചെയ്യാൻ വൈകിയാലോ മനസ്സ് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടെന്ന് പറയത്തുള്ളൂ. നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടന്റുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ.